എത്ര പ്രായമായാലും നമ്മുടെ മുഖമൊക്കെ നല്ല തിളക്കത്തോടും ചുളിവുകളൊന്നും ഇല്ലാതെയും ഇരിക്കുന്നതാണ് എല്ലാവർക്കും ആഗ്രഹം അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ടാപ്പിംഗ് മസാജാണ് കാണിക്കുന്നത്. ഫേസിലും നെക്കിലുമായിട്ടൊക്കെ ഉള്ള കാര്യം. നെക്കിലെയും ഫേസിലെയും ചുളിവുകളൊക്കെ മാറി നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് നല്ല തിളങ്ങാനായിട്ടും ചുളിവുകളൊക്കെ കുറയാനായിട്ട് സഹായിക്കുന്ന ടാപ്പിംഗ് മസാജാണ്. നമ്മൾ ഇതുപോലെ ഫേസ് മസാജുകളും ഫേസ് എക്സസൈസുകളും അതുപോലെ തന്നെ ഫേസ് യോഗ അതുപോലെ തന്നെ ഫേസ് പാക്കുകൾ ഇങ്ങനെയൊക്കെ മാറി മാറി ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ മുഖം എന്നും യുവത്വത്തോടുകൂടി തന്നെ ഇരിക്കും. മുഖം നന്നായിട്ട് തിളങ്ങുകയും ചെയ്യും. അപ്പം നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ബ്രീത്ത് ചെയ്ത് തുടങ്ങാം. ആദ്യം ശ്വാസം ഒന്ന് മേളിലോട്ട് വലിച്ചിട്ട് സാവധാനം വായിലൂടെ പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ചെയ്യുക കേട്ടോ. ശ്വാസം പതുക്കെ വലിച്ച് വെള്ളോട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുത്തതിന് ശേഷം പുറത്തോട്ട് സ്ലോലി നമ്മൾ വിടുക. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ എന്താ പറയുക ടാപ്പിംഗ് മസാജ് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് കഴുത്തിലാണ് ടാപ്പിംഗ് മസാജ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നൊരു മസാജാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പം ഇത് ഒരുപാട് നല്ലതാണ്. നിങ്ങളിത് ചെയ്യുമ്പോൾ ഓർക്കും ഇതിന് എന്താ പറയുക എന്താ റിസൾട്ട് എന്ന്. പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എന്താ പറയുക ഷോൾഡർ പെയിൻ മാറാനായിട്ടും കഴുത്തിലെ ചുളിവുകൾ കുറയാനായിട്ടും ഒരുപാട് സഹായിക്കുന്ന ഒരു മസാജാണ്. നമ്മളിങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മൾ കുറേ പ്രാവശ്യമാണ് ചെയ്യുന്നത്, വെറുതെ ചെയ്യുകയല്ല. ഇതൊരു 10-15 പ്രാവശ്യമൊക്കെ അല്ലെങ്കിൽ 1 മിനിറ്റൊക്കെ നമ്മൾ ചെയ്യണം ഈ ഒരു മസാജ്. ആദ്യമേ ചെയ്തതും 1 മിനിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു വൈബ്രേറ്റിംഗ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മസാജാണ് ചെയ്യുന്നത്. അതും നമ്മൾ 1 മിനിറ്റ് ചെയ്യുക. ഇതുമൂലം നമ്മുടെ ആ കഴുത്തിലെ നെക്കിൻ്റെ സൈഡിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂടിക്കിട്ടാൻ സഹായിക്കുന്നു. അപ്പം ഞാൻ കൈ കാണിച്ച് പിടിച്ച പോലെ തന്നെ അതുപോലെ തന്നെ വൈബ്രേറ്റ് കൊടുക്കുക. ഇനി നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതും നമ്മൾ ഒരു മിനിറ്റോളം തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ 1 മിനിറ്റ് അടുത്ത് കാണിക്കുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിലുള്ള ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡർ പെയിനൊക്കെ നല്ല വ്യത്യാസം വരും. നമ്മളെന്തൊരു ഒരു ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്തിട്ട് നമ്മളിതുപോലെ ചെയ്യണം. ഒത്തിരി നല്ലതാണ്. നമ്മുടെ കഴുത്തിലെ റിങ്കിൾസ് കുറയാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന മസാജാണ് അടുത്തത്. ഇതൊരു വൈബ്രേറ്റിംഗ് പാറ്റിംഗ് മസാജാണ് നമ്മൾ കാണിക്കുന്നത്. പാറ്റ് ചെയ്യുന്ന പോലെ, അതായത് ചെറിയൊരു നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പാറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ കഴുത്തിൻ്റെ ഭാഗത്തെല്ലാം നന്നായിട്ട് പാറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ 1 മിനിറ്റ് എടുക്കുക. എന്നിട്ട് കൈ ക്രോസിൽ പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ പാറ്റിംഗ് മസാജ് കൊടുക്കുക. നമ്മുടെ എന്താ പറയുക കഴുത്തിൻ്റെ ആ ചുറ്റിനുമുള്ള നരമ്പുകളിൽ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് സഹായിക്കുന്ന മസാജാണ്. അതുപോലെ തന്നെ പിഞ്ചിങ് മസാജ്, ഇതൊരു പിഞ്ചിങ് മസാജാണ്. ഇത് നമ്മൾ 1 മിനിറ്റോളം തന്നെ നമ്മൾ കൊടുക്കുക. കഴുത്ത് മേളിലോട്ട് പിടിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പിഞ്ചിങ്ങും അതുപോലെ തന്നെ വൈബ്രേറ്റിംഗ് പാറ്റിംഗ് മസാജും കൊടുക്കാനായിട്ട്. ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ പിഞ്ചിങ് മസാജ് കൊടുക്കുക. ഞാൻ ഈ കാണിക്കുന്ന രീതിയിലാണ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. എൻ്റെ കൂടെ വേണമെങ്കിൽ ഇതുപോലെ നോക്കി ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് ചെയ്യാം. കുറച്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്കത് നല്ല രീതിയിൽ മനസ്സിലാകാൻ തുടങ്ങും കേട്ടോ. ഇതെല്ലാം നമ്മുടെ ആ ഒരു നല്ല സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടാൻ സഹായിക്കുന്ന ഒരു മസാജാണ് കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഡിഫറൻസും കിട്ടിത്തുടങ്ങും. നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ഒരു ഏജ് ഒരു 30-40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് 35 വയസ്സ് കഴിയുമ്പോൾ തൊട്ടൊക്കെ ഇതുപോലെ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഈ സൈഡ് ടു സൈഡ്, അതായത് കഴുത്തിൻ്റെ 2 സൈഡിലും ഇങ്ങനെ കൈ തിരിച്ചു പിടിച്ചിട്ട് ഒരു പാറ്റിംഗ് മസാജ് കൊടുക്കുക. 2 സൈഡിലെയും ആ ഒരു മസിൽസൊക്കെ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട്. ഇനി കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരു മിനിറ്റോളം നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഡബിൾ ചിന്നിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള ഇതൊക്കെ കുറയാനായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു മസാജ് കൊടുക്കുന്നത്. ഒരുപാട് നമ്മൾ തട്ടി കൊടുക്കരുത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലേ നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കാവുള്ളൂ. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഹാർഡാണ് എന്ന്. അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ എന്താ പറയുക പ്രഷർ കുറച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെ നമ്മൾ ആ ഒരു താടിയുടെ ആ ഡബിൾ ചിന്നിൻ്റെ ഭാഗത്തുള്ള ആ സൈഡിൽ ഇങ്ങനെ തന്നെ ഒരു മസാജ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒത്തിരി നല്ലതാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. 1 മിനിറ്റോളമൊക്കെ ചെയ്യുമ്പം നല്ല രീതിയിലുള്ള ഒരു ബ്ലഡ് സർക്കുലേഷനാണ് നമുക്ക് കൂടി കിട്ടുന്നത്. ഇനി നമുക്ക് ആ ഒരു കഴുത്തിൻ്റെ താടിയുടെ ഭാഗത്ത് ഇതുപോലെ തന്നെ ഒരു പിഞ്ചിങ് മസാജ് കൊടുക്കാം കേട്ടോ. ഇതും നമ്മൾ 1 മിനിറ്റോളം തന്നെ നമ്മൾ കൊടുക്കുക. നിങ്ങൾ ഈ പറയുന്ന മസാജുകളെല്ലാം 1 മിനിറ്റോളം തന്നെ നമ്മൾ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇതുപോലെ കഴുത്തിന് ഒരു മിനിറ്റോളം നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കണം. നിങ്ങൾ കുറച്ച് ഇതൊക്കെ ഒരു സമയം കണ്ടെത്തി ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മൾ ചില ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നവർ കാണും, അല്ലെങ്കിൽ ഫേസ് യോഗകൾ ചെയ്യുന്നവർ കാണും, മസാജ് ചെയ്യുന്നവർ കാണും, ഇങ്ങനെ ഓരോരുത്തരും കാണുമല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള സമയം തിരഞ്ഞെടുത്ത് ചെയ്യുക. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് നമ്മൾ ഇത്രയും നേരം പിഞ്ചിങ്ങും വൈബ്രേറ്റിങ്ങും ഒക്കെ കൊടുത്തില്ലേ, ഇന്ന് നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക ആ കഴുത്തിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഇതും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു മിനിറ്റോളം തന്നെ നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പല പ്രാവശ്യം ഡെയിലി നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പം കഴുത്തിൻ്റെ ഉള്ള ടാപ്പിംഗ് മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും മതി കഴുത്തിൻ്റെ ഒരു ടാപ്പിംഗ് മസാജൊക്കെ. ഇനി നമുക്ക് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ യങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, എനിക്കൊരു 52 വയസ്സായ ഒരാളാണ്. ഞാൻ ഇങ്ങനെ മാറി മാറി പലതും നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. മസാജും ഫേസ് യോഗകളും എക്സസൈസും ഒക്കെ ഞാൻ പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ ഇതുപോലെ കൈകൊണ്ട് ആ ഒരു സൈഡ് ടു സൈഡ് നമ്മൾ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഫേസിൻ്റെ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ, ഫേസിലൊക്കെ നമുക്ക് കുഞ്ഞു നരമ്പുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കുമ്പം നല്ല രീതിയിൽ ഒരുപാട് അടിച്ചു കൊടുക്കേണ്ട, സോഫ്റ്റായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ ലിപ്പിന് ചുറ്റുമുള്ള റിങ്കിൾസ് കുറയാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാറ്റിംഗ് മസാജ് നമ്മൾ കൈകൊണ്ട് ചുറ്റിനും ഇതുപോലെ കൊടുക്കുക കേട്ടോ. ഇതുമൂലം നമ്മുടെ ആ ഓരോ മിനിറ്റാണ് എല്ലാം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എല്ലാം ഓരോ മിനിറ്റ് വീതം ചെയ്യണം. അപ്പം നമ്മുടെ ആ ഒരു ചുണ്ടിന് ചുറ്റുമുള്ള റിങ്കിൾസ് കുറയാനായിട്ട് സഹായിക്കുന്നു. ഇവിടെ എല്ലാം ഈ ചുണ്ടിന് ചുറ്റുമൊക്കെ ഒത്തിരി കുഞ്ഞു നരമ്പുകളാണ്. അപ്പം നമ്മളൊക്കെ ആയാലാണ് മസാജ് ചെയ്യാതിരിക്കുമ്പോഴാണ് അവിടെ ആ ഒരു കറുപ്പും കരിവാളിപ്പും ചുളിവുകളും ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് മസാജും എക്സസൈസും ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്, അവിടെ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുന്നത് മൂലം അവിടെ ഒരു തിളക്കവും തുടിപ്പും ഒക്കെ വരും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ 2 കവിളും ഇതുപോലെ തട്ടിക്കൊടുക്കാം. ഇതുമൂലം നമ്മുടെ കവിളിൽ നല്ല തിളക്കവും തുടിപ്പും ഒക്കെ കിട്ടാൻ സഹായിക്കുന്നു. നമ്മുടെ ആ ഒരു സ്കിന്നൊക്കെ നല്ല റിങ്കിൾസൊക്കെ നന്നായിട്ട് കുറയാൻ സഹായിക്കുന്നു. ഇത് നമ്മൾ 1 മിനിറ്റോളം തന്നെ തുടരുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന രീതിയിലെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഇനിയും വട്ടത്തിൽ നമ്മൾ ഇതുപോലൊരു പാറ്റിംഗ് മസാജ് കൊടുക്കുക. കൈ വൈബ്രേറ്റ് ചെയ്ത്, അതായത് കൈ ഇങ്ങനെ വിരലുകൾ അനക്കി ചിലപ്പോൾ ആദ്യം ചില വാട്സപ്പിൽ കുറച്ച് പേര് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ കൈ അനക്കുന്നത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മളത് പഠിച്ചു കഴിയുമ്പോൾ, നമുക്ക് ശീലമായി കഴിയുമ്പോൾ നമ്മൾ തന്നെത്താനെ നമുക്ക് വൈബ്രേറ്റിംഗ് ആയിക്കോളും. നമ്മളത് പതുക്കെ ചെയ്താൽ മതി. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പാറ്റിംഗ് മസാജൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ അത് നമ്മൾ പഠിച്ചോളും. ഇനി നമുക്ക് ആ ഒരു മൂക്കിൻ്റെ സൈഡിൽ കോർണർ ഭാഗത്ത് ചൂണ്ടുവിരൽ വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കാം. ഞാൻ തട്ടി കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഹാർഡായിട്ടാണ് ചെയ്യുന്നത്. അല്ല, വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഫേസിലൊക്കെ വളരെ സോഫ്റ്റ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ മസാജും എക്സസൈസും ഒക്കെ കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കൈ കൂട്ടി പിടിച്ചിട്ട് റൗണ്ടിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നേരത്തെ വൈബ്രേറ്റിംഗ് ടാപ്പിങ്ങാണ് ചെയ്തതെങ്കിൽ ഇത് സോഫ്റ്റായിട്ട് കൈ കൂട്ടി പിടിച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വട്ടത്തിൽ. ഇതുമൂലം നമ്മുടെ കവളിലുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടി നല്ല മുഖത്തിന് നല്ല തിളക്കം കിട്ടാനായിട്ടും അതുപോലെ തന്നെ റിങ്കിൾസ് കുറയാനായിട്ടുമൊക്കെ ഒരുപാട് സഹായിക്കുന്നു. നിങ്ങളിത് വെറുതെ പറയുകയല്ല, നിങ്ങളിത് ചെയ്തു നോക്കുക. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഓരോ കാര്യം നമ്മളെ കയ്യിലൊക്കെ ആണല്ലോ എക്സസൈസ് കൊടുക്കുമ്പോഴും ഒക്കെ നമുക്ക് എന്താണ്, നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് മൂലം നമ്മുടെ കൈക്ക് നല്ല ഒരു ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ വണ്ണമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഓരോ ഭാഗത്തും നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ ഫേസ് യോഗയാണെങ്കിലും പിന്നെ ബോഡിയിലുള്ള മസാജുകളാണെങ്കിലും ബോഡിയിലുള്ള എക്സസൈസ് ആണെങ്കിലും ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ്, നമുക്ക് നല്ലൊരു ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഹെൽത്തിന് ഒരു പ്രോബ്ലവും ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് നല്ലൊരു ഹെൽത്തായിട്ട്, അതായത് എത്ര പ്രായമായാലും നമ്മുടെ ഹെൽത്ത് നല്ലതായിട്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ മസാജും എക്സസൈസും ഒക്കെ കൊടുക്കുന്നത്. നമുക്കിതുപോലെ ചെയ്തിട്ട് ഇനിയിപ്പം കണ്ണിൻ്റെ അവിടെ ചുറ്റിനും ആ ഒരു 3 വിരൽ കൂട്ടിപ്പിടിച്ച് എടുക്കുക, ഒരേപോലെ വെക്കുക. എന്നിട്ട് ചെറിയ രീതിയിൽ വളരെ സോഫ്റ്റായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ചെറുതായിട്ട് തട്ടി കൊടുക്കുക എന്നല്ലേ, ഒത്തിരി നമ്മുടെ ആ കണ്ണിൻ്റെ അവിടെയൊക്കെ വളരെ സോഫ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഇതുപോലെ തന്നെ വളരെ സോഫ്റ്റായിട്ട് കൈ 3 വിരലും, അതായത് ചൂണ്ടുവിരലും ആ തൊട്ട് 3 വിരൽ ഒരുപോലെ പിടിക്കാവുള്ളൂ. ഒരുപോലെ പിടിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇതൊരു ലിംഫാറ്റിക് മസാജിൻ്റെ കൂടെ ഉൾപ്പെടുന്ന ഒരു മസാജാണ് കേട്ടോ. ലിംഫാറ്റിക് മസാജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു മസാജാണത്. അപ്പോൾ കണ്ണിന് ചുറ്റിനും ഇനി അതുപോലെ തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുക.
അതായത് വൈബ്രേറ്റ് ചെയ്ത് ടാപ്പിംഗ് ചെയ്ത് കൊടുക്കുക. വൈബ്രേറ്റ് ചെയ്തുള്ള ആ ഒരു പാറ്റിംഗ് മസാജ്, കണ്ണിന് ചുറ്റും പാറ്റിംഗ് മസാജാണ് ചെയ്യുന്നത്, ടാപ്പിംഗ് അല്ല. വൈബ്രേറ്റ് ചെയ്തുള്ള ആ ഒരു പാറ്റിംഗ് മസാജ് കണ്ണിന് ചുറ്റും കൊടുക്കുക. കണ്ണടച്ച് പിടിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കാനായിട്ട്. ഇതുമൂലം നമ്മുടെ കണ്ണിന് ചുറ്റിനുമുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടി നല്ല രീതിയിലുള്ള ആ ഒരു ചുളിവും കറുപ്പും ഒക്കെ മാറിക്കിട്ടാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് കയ്യിൽ നന്നായിട്ട് ചൂട് കൊടുക്കുക. കൈ രണ്ടും കൂട്ടി ഉരച്ച് കൊടുത്ത് നല്ലതായിട്ട് ചൂട് പിടിപ്പിക്കുക. ചൂട് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഫേസിൽ വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഇത്രയും നേരം നല്ല രീതിയിൽ മസാജ് ചെയ്തുവല്ലേ, അപ്പം നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടി കിട്ടും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂട് വെച്ചു നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ടൊരു ചൂട് വെച്ച് കൊടുക്കുക. നമ്മുടെ മുഖത്തെല്ലാം നമുക്കിതുപോലെ ചൂട് വെച്ച് കൊടുക്കുക. നമ്മുടെ കൈ ചൂട് വെച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ കണ്ണിന് ചുറ്റിനും ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മളിനിയും ആ ഒരു ഐബ്രോസിൻ്റെ ഏരിയ ഇല്ലേ, 2 ചൂണ്ടുവിരലും മറ്റേ വിരലൂടെ കൂട്ടിപ്പിടിച്ച് ഐബ്രോസിൻ്റെ ഏരിയ മൊത്തം നന്നായിട്ടൊരു മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു ടാപ്പ് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ട് രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. നെറ്റിയിലും ഇത് ഉൾപ്പെടും കേട്ടോ, നെറ്റിയുടെ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു വൈബ്രേറ്റിംഗ് മസാജ് നെറ്റിയിൽ കൊടുക്കുക കേട്ടോ. നല്ല രീതിയിലുള്ളൊരു വൈബ്രേറ്റിംഗ് മസാജാണ് നമ്മൾ നെറ്റിയിൽ കൊടുക്കേണ്ടത്. ഇതുമൂലം നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടി കിട്ടുന്നു. ഇനിയും നമുക്ക് ഒന്ന് നെറ്റിയുടെ ആ ഭാഗം ഒന്ന് തട്ടി കൊടുക്കുക, ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം റിങ്കിൾസ് കുറയാനായിട്ടും മുഖത്തിന് നല്ല തിളക്കം കിട്ടാനായിട്ടും ഒക്കെ ഉള്ള മസാജുകളാണ് കാണിക്കുന്നത്. ഇത് മൊത്തം നമ്മൾ കാണിച്ചത് ടാപ്പിംഗ് ചെയ്തുള്ള മസാജ്, ടാപ്പിങ്ങും പാറ്റിങ്ങും പിഞ്ചിങ്ങും വൈബ്രേറ്റിംഗ് മസാജും ലിംഫാറ്റിക് മസാജും എല്ലാം കൂടെ കൂടിയിട്ടുള്ള കുറച്ച് മസാജ്. ലിംഫാറ്റിക് മസാജ് വേറെ കുറേ ഉണ്ട്, അത് നമ്മൾ പ്രഷർ പോയിന്റ് ടച്ച് ചെയ്തുള്ള മസാജാണ് ലിംഫാറ്റിക് മസാജ്. അത് ഒരുപാട് നല്ലതാണ് ഫേസിന്, അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പം നമ്മൾ നെറ്റിയിലൊക്കെ നല്ല ടാപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ആ തലഭാഗത്ത്, അതായത് നമ്മുടെ തലയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുമൂലം നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു, റിലാക്സേഷൻ കിട്ടുന്നു, പെയിൻ റിലീഫ്, തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ പെയിൻ റിലീഫ് കിട്ടുന്നു. തലയിൽ ഒരുപാഡ് തട്ടി കൊടുക്കുകയല്ലേ, ഇന്ന് ഒന്ന് പാറ്റ് ചെയ്ത് ഒന്ന് തട്ടി കൊടുത്തിട്ട്, ചെറുതായിട്ട് തട്ടി കൊടുത്തിട്ട് ഒരു വൈബ്രേറ്റിംഗ് മസാജ് കൊടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ മെഷീൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഈ വൈബ്രേറ്റ് ഒക്കെ ചെയ്യുന്ന, തലയിലും ഒക്കെ ചെയ്യുന്ന, മുഖത്തൊക്കെ ചെയ്യുന്നത്. അതിന് പകരമാണ് നമ്മൾ കൈകൊണ്ട് കാണിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ നല്ലൊരു വൈബ്രേറ്റിംഗ് മസാജ് കൊടുത്ത് കൈകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുക. നമ്മളത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫീല് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലും കൊടുത്ത് ഇനി നമുക്ക് നല്ലതായിട്ട് കൈ ഒന്നും കൂടെ നന്നായിട്ട് ചൂടാക്കുക. നല്ല കൈ രണ്ടും തമ്മിൽ ഉരച്ചിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കണം. എന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ കണ്ണിൽ വെച്ചു, നമ്മൾ കണ്ണിൽ വെച്ച് കൊടുത്തില്ലായിരുന്നല്ലോ, അപ്പം നമ്മുടെ കണ്ണിൽ നല്ലൊരു ഹോട്ട് കംപ്രഷൻ കൊടുക്കുക കേട്ടോ. ഇതിന് ശേഷം നമുക്കിതുപോലെ ഹോട്ട് കംപ്രഷൻ കൊടുത്തതിന് ശേഷം ഐസ് ക്യൂബ് തുണിയിൽ പൊതിഞ്ഞിട്ട്, അതായത് ടവലിലോ ഒക്കെ പൊതിഞ്ഞിട്ട് നമ്മളൊരു കോൾഡ് കംപ്രഷൻ കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ റിലാക്സ് ചെയ്യുക, നമ്മുടെ ഫേസിനെ ഒന്ന് റിലാക്സ് ചെയ്യുക. അങ്ങനെ ഇതുപോലൊരു മസാജ് നമ്മൾ അവസാനം കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ മസാജ് അതായത് മസാജ് എന്ന് ഞാൻ പറയുന്നത് ടാപ്പിംഗ് മസാജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾ റെഗുലറായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റുക. മസാജിങ്ങും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും, ടാപ്പിംഗ് മസാജ്, ഫേസ് യോഗകൾ, ഫേസ് മസാജുകൾ, അതുകൊണ്ടുള്ള മസാജുകൾ, അതുപോലെ തന്നെ ഫേസ് പായ്ക്കുകൾ, ഇങ്ങനെയൊക്കെ മാറി മാറി ഇടുന്നത് മൂലം നമ്മുടെ മുഖം നല്ല യങ് ആയിട്ടിരിക്കും. ബോഡിയിലും നമ്മൾ ഇതുപോലെ മസാജിങ്ങും എക്സസൈസും ഒക്കെ കൊടുക്കാൻ മറക്കരുത്. നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, അതുപോലെ തന്നെ ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ ധാരാളം കഴിക്കുക. ഇതൊക്കെ നമ്മുടെ കൊളോജിൻ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നല്ല യങ്ങായിട്ട്, എത്ര പ്രായമായാലും നമ്മൾ നല്ല മുഖമൊക്കെ നല്ല യങ്ങായിട്ട് തന്നെ ഇരിക്കും. കണ്ണിന് കറുപ്പൊന്നും വരാതെയും അതുപോലെ തന്നെ മുഖത്ത് ചുളിവുകൾ വരാതെയും ഒക്കെ നമുക്കിരിക്കുന്നു. ഒരു പ്രായം വരെ, നമുക്ക് ആരോഗ്യമുള്ള സമയം വരെ നമ്മൾ ചെയ്തു പോവുക. നമുക്ക് അന്നേരം നമ്മുടെ മുഖത്തിനൊക്കെ നല്ല തിളക്കവും റിങ്കിൾസ് ഒന്നും ഇല്ലാതെ ഇരിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് മുടങ്ങാതെ ചെയ്തു പോവുക. ഒരു ഏജൊക്കെ ആയതൊരു മുടക്കുകയും ചെയ്യരുത്, ഒരു ജീവിതത്തിൻ്റെ ശൈലിയുടെ ഒരു ഭാഗമാക്കി മാറ്റി ഇതുപോലെ ചെയ്തു പോവുക കേട്ടോ. തീരെ വയ്യാതെ വരുമ്പോഴേ നമ്മളത് നിർത്താവുള്ളൂ. അതുവരെ നമുക്ക് ചെയ്യാം. ഞാൻ പറയുന്ന പോലെ നല്ല ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്തു പോകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട്